ഹലോ ഫുഡീസ്, വെൽക്കം ബാക്ക് ടു മരീസ് കിച്ചൺ റെസിപ്പീസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വൈറലായ ഡൽഗോണ പുഡിംഗ് ആണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പുഡിംഗ് കഴിക്കാനായിട്ട്. എല്ലാവരും പറയണ കേൾക്കാറുണ്ട് ഇതിന് കയ്പ്പാണെന്നൊക്കെ. പക്ഷേ മധുരം കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ഇതിലും നല്ലൊരു പുഡിംഗ് ഇല്ല എന്ന് തന്നെ വേണം പറയാനായിട്ട്. ഇത് രണ്ട് ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പുഡിങ്ങിന് വരിക. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ പാലിൻ്റെ ഒരു ബേസ് ഉണ്ടല്ലോ, അത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് പാലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഇത്ര എടുക്കണമെന്നില്ല, നിങ്ങളുടെ അളവ് അനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. ഈ പാല് നന്നായിട്ട് കുറുകി വേവിച്ചെടുത്താൽ മാത്രം ഇതിനകത്തോട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. മധുരത്തിന് വേണ്ടിയിട്ടാണ്, ഇതിൽ പഞ്ചസാര ആയാലും മതി കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തോട്ട് ജലാറ്റിൻ ഏകദേശം ഒരു 1.25 ടേബിൾ സ്പൂൺ നമുക്ക് പാലിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ഡയറക്റ്റായിട്ട് ചൂടുള്ള പാലിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്നതിന് പകരം കുറച്ച് ചൂടുവെള്ളത്തിൽ ഇത് നന്നായിട്ട് യോജിപ്പിച്ച് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്താലും മതി. നമുക്കിനി ഇത് അരിച്ചിട്ട് പുഡിംഗ് ട്രേക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഫ്രീസറിനകത്തോട്ട് ഒരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഇത് സെറ്റായിട്ട് വരും. ആ സമയം നമുക്ക് കോഫീൻ്റെ ആ ഒരു ക്രീം ഉണ്ടല്ലോ അത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ കോഫീൻ്റെ പൗഡറാണ് എടുത്തത്, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പൗഡർ. അതിനകത്തോട്ട് ഏകദേശം പഞ്ചസാര ഒരു 1/4 കപ്പ് പഞ്ചസാരയോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് നന്നായിട്ട് കയ്പായി പോവും. അതിനകത്തോട്ട് ഏകദേശം 1.25 ടേബിൾ സ്പൂണോളം നല്ല ചൂടുവെള്ളം, ചൂട് പാലായാലും മതി, ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഏകദേശം 1 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതേമാതിരി ഫ്ലഫി ആയിട്ട് വരും. നമുക്കിത് നല്ല ഫ്ലഫി ആയിട്ട് എടുക്കേണ്ട കേട്ടോ. അതായത് വിപ്പിംഗ് ക്രീമിനൊന്നും എടുക്കുന്ന ഒരു കൺസിസ്റ്റൻസിൽ നമുക്കിത് വേണ്ട. ഇങ്ങനത്തെ ഒരു ഫ്ലോട്ടിങ് കൺസിസ്റ്റൻസി മതി കേട്ടോ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് പാല് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് പാലാണ് എടുത്ത് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അതിനകത്തോട്ട് ഞാൻ ജലാറ്റിൻ കുറച്ച് ചൂടുവെള്ളത്തിൽ മെൽറ്റ് ആക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പാലിൽ ഞാൻ മധുരമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഓൾറെഡി കോഫി പൗഡറിൽ നല്ല മധുരം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ കയ്പ്പ് ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ മധുരം കുറച്ച് കൂടുതൽ വേണം നിങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ നിന്ന് കുറച്ച് പാൽ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ബാക്കിയുള്ളത് ഞാൻ ഗ്ലാസ്സിലാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇതിനകത്തോട്ട് നമ്മൾ റെഡിയാക്കിയ കോഫി പൗഡറിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് അത്യാവശ്യത്തിന് നിങ്ങൾ എത്ര എടുക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്താൽ മതി കേട്ടോ നിങ്ങൾ ഈ ഒരു കോഫി പൗഡറിൻ്റെ മിക്സ്. നമുക്കിനി നമ്മുടെ ഈ ഒരു പാലിൻ്റെ മുകളിലോട്ട്, ഇത് റെഡിയായി വന്ന പാലാണ്, അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ കോഫീൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഡൽഗോണ കോഫിയുടെ മിക്സ് നമുക്കിത് ഫ്രീസറിനകത്ത് വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഫ്രീസറിൽ ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് റെഡിയായി വരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് നിങ്ങൾക്ക് കാഷ്നട്ട്സും ചെറിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഇത് ഫ്രീസറിനകത്ത് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങളത് എടുത്തിട്ട് ചെറിയും കാഷ്നട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മളുടെ ഡൽഗോണ പുഡിംഗ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റ് പുഡിംഗാണ്. ഇതുപോലെ തന്നെ ആ ഒരു കോഫീൻ്റെ നല്ല സ്മെല്ലും ഒക്കെയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 4 സൈഡും ഒന്ന് വിടിയിച്ചിട്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വലിപ്പത്തിലൊക്കെ നിങ്ങളിത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതേപോലെ ചെറിയും കാഷ്നട്ട്സൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് മറക്കണ്ട. അപ്പോൾ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. 2-3 ലെയറിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാനായിട്ട്